ഹായ് ഫ്രണ്ട്സ്, മിസ്റ്റർ അട്ടറിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഏകദേശം ഒരു വർഷമായി നമ്മുടെ ഈ ഒരു ചാനലിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട്. ലാസ്റ്റത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈ ഒരു വീഡിയോ ആയിരുന്നു. വെറുതെ നടന്ന് കാശുണ്ടാക്കാം, സ്വെറ്റ് കോയിൻ എന്നൊരു ആപ്പ് ഞാൻ പരിചയപ്പെടുത്തിയിരുന്നു. അതിനുശേഷം ഞാൻ അതിൻ്റെ കണ്ടിന്യൂസ് വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്ത് വെച്ചിരുന്നു. അതുമാത്രമല്ല, അതിൻ്റെ കൂടാതെ 2-3-4 പ്രൊഡക്റ്റുകൾ വാങ്ങിയിട്ട് അതിൻ്റെ അൺബോക്സിങ്ങും ചെയ്തിരുന്നു. ഒരു വൂവിൻ്റെ 65 ഇഞ്ച് ക്വാണ്ടം LED TV, പിന്നെ ഒരു സ്മാർട്ട് റെഫ്രിജറേറ്റർ, സ്മാർട്ട് വാഷിംഗ് മെഷീന്, പിന്നെ ഡൈസൻ്റെ ഒരു മറ്റേ വാക്യൂം ക്ലീനർ, അതിനുശേഷം ഒരു ലെഗ് മസാജർ, PlayStation 5, ഇങ്ങനെ കുറേ സാധനങ്ങൾ വാങ്ങിയിരുന്നു. നമ്മൾ അതിലത്തെ 3-4 പ്രൊഡക്റ്റുകൾ ഓൾറെഡി അൺബോക്സിങ്ങിൻ്റെ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്ത് വെച്ചിരുന്നു. പക്ഷേ ഓഫീസ് വർക്കിൻ്റെ ഇടയിൽ കുറച്ച് ലാഗായി. പിന്നെ അതിൻ്റെ ഇടയിൽ ആ ഒരു ഹാർഡ് ഡിസ്ക് സ്റ്റോർ ചെയ്ത് അങ്ങനെ കറക്റ്റായി. അങ്ങനെ ഫൂട്ടേഴ്സൊക്കെ ലോസ്റ്റായി. പിന്നെ ആ ഫ്ലോ അങ്ങ് പോയി. പിന്നെ അതല്ലാതെ നമ്മുടെ രണ്ടാമത്തെ ചാനൽ ഉണ്ടായിരുന്നു, മിസ്റ്റർ റാട്ടേഴ്സ് ക്രിപ്റ്റോ. അതും നിങ്ങൾ കാണുന്നുണ്ട് വിചാരിക്കുന്നു. അപ്പോൾ ആ ഒരു ചാനലിൽ നമ്മൾ സ്ഥിരമായിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ടായിരുന്നു. സ്ഥിരമായിട്ടെന്ന് വെച്ചാൽ 2-3 ദിവസം കൂടുമ്പോൾ അപ്ലോഡ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ അതിൽ ഈ ഒരു ക്യാമറയിൽ റെക്കോർഡ് ചെയ്ത പോലെ തന്നെ ഇതിലെ മിക്കതും സ്ക്രീൻ റെക്കോർഡൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഞാൻ ആ ഒരു വീഡിയോ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇതിൻ്റെ അത്രയും ടെക്നിക്കൽ ഡിഫിക്കൽട്ടീസ് അതിലുണ്ടായിരുന്നില്ല. ഈ ഒരു ക്യാമറ ഷൂട്ട് ചെയ്യണത്, പിന്നെ അതിന് ശേഷം അത് കൺവേർട്ട് ചെയ്യണത്, എഡിറ്റ് ചെയ്യണത്, അങ്ങനത്തെ പാടൊന്നും ആ ഒരു ചാനലിന് വേണ്ടിയിട്ടുള്ള ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആ ഒരു ഓഫീസ് വർക്കിൻ്റെയും പേഴ്സണൽ കാര്യങ്ങളുമായിട്ട് ബിസി ആയതുകൊണ്ട് ഈ ഒരു ചാനലിൽ അധികം വീഡിയോസൊന്നും പിന്നീട് അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ ഇനി മുതൽ നമ്മൾ ഈ ഒരു ചാനലിൽ സ്ഥിരമായിട്ട് വീഡിയോസ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഓൾറെഡി പൈപ്പ് ലൈൻ ബിൽഡ് ചെയ്തിട്ടുണ്ട്. ഇന്ന് ഒരു പ്രൊഡക്റ്റ് അൺബോക്സ് ചെയ്യണത്. അതുകൂടാതെ പുതിയ ക്രെഡിറ്റ് കാർഡുകളുടെ കുറേ അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്ന പുതിയ ക്രെഡിറ്റ് കാർഡുകളും അതിൻ്റെ റിവ്യൂസും ഡീറ്റെയിൽസൊക്കെയാണ് വരാൻ പോകുന്നത്. അതുകൂടാതെ നമ്മൾ വേറെയും കുറച്ച് ആപ്ലിക്കേഷൻസ് സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് പരിചയപ്പെടുത്താനായിട്ട്. റിയൽ ലൈഫിൽ, ഡെയിലി ലൈഫിൽ നിങ്ങൾക്ക് ഒരുപാട് ഉപയോഗങ്ങളുള്ള ഇങ്ങനത്തെ ആപ്ലിക്കേഷൻസാണ്. പിന്നെ അതുകൂടാതെ നമ്മുടെ ചാനലിൻ്റെ പേര് നിങ്ങൾക്കറിയാം, റട്ടാർ എന്നാണ്. RATTAR. ആർ എന്ന് പറയുന്നത് റിവ്യൂസ്, പിന്നെ ആപ്സ്, ടി എന്ന് പറഞ്ഞാൽ ടെക്ക്, പിന്നത്തെ ടി എന്ന് പറയുന്നത് ട്രാവൽ, പിന്നെ ആൻഡ് പിന്നെ റിവ്യൂസ്. അപ്പോൾ അതിൽ ട്രാവൽ എന്ന് പറഞ്ഞ സെക്ഷൻ നമ്മൾ ഇതേവരെ ഈ ഒരു വീഡിയോയിലും കവർ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ചാനലിൽ. അപ്പോൾ അതും നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനുള്ള പ്ലാനാണ്. ഈ ട്രാവൽ എന്ന് പറയുമ്പോൾ ഇതിലെല്ലാം കവർ ചെയ്തപ്പെടും. അതിൽ ഫുഡ് റിവ്യൂസ് വരും, സ്മോൾ നല്ല ഫുഡ് കിട്ടുന്ന ബാംഗ്ലൂരിലെ കുറേ സാധനങ്ങൾ ഞാൻ കവർ ചെയ്യാനുള്ള പ്ലാനുണ്ട്. കാരണം ഞാനിപ്പോൾ ബാംഗ്ലൂരാണ്. അപ്പോൾ നിങ്ങൾക്ക് ഷോർട്സിലൂടെയും ഫുൾ വീഡിയോസിലൂടെയും നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കണം എന്നാണ് എൻ്റെ ഇനിയുള്ള പ്ലാൻ. അപ്പോൾ അതിനെല്ലാം നിങ്ങളുടെ സപ്പോർട്ട് വീണ്ടും കിട്ടിയേ പറ്റുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും അതേപോലെ തന്നെ ലൈക്കും ഷെയറൊക്കെ തരിക. ഞാൻ ഉപയോഗിക്കുന്ന പ്രൊഡക്റ്റുകളാണ് ഞാൻ വീഡിയോയിലൂടെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. ഓക്കെ, അപ്പോൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ നോട്ടിഫിക്കേഷൻ ഓൾ എന്ന് എനേബിൾ ആക്കി വയ്ക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് ഹാർമൻ കാർഡത്തിൻ്റെ ഓറ സ്റ്റുഡിയോ 3 എന്ന് പറഞ്ഞ ഈ ഒരു പ്രൊഡക്റ്റാണ്. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ നമുക്ക് ഈ ഹാർമൻ കാർഡത്തിൻ്റെ ഓറ സ്റ്റുഡിയോ 3 ഓപ്പൺ ചെയ്യാം. അപ്പോൾ അതിലേക്ക് കിടക്കുന്നതിന് മുന്നേ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ആമസോണിൽ 23,000 അവൈലബിൾ ആണ്. ഇവരുടെ ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ എന്ന് പറയുന്നത് ഓറ സ്റ്റുഡിയോ 4 ആണ്. അതിപ്പോൾ കറൻ്റ് ഇന്ത്യയിൽ അവൈലബിൾ അല്ല. പക്ഷേ ഇന്ത്യയിലേക്ക് ഏതൊക്കെയോ ഒരു വെബ്സൈറ്റ് വഴി ഡെലിവർ ചെയ്യാൻ പറ്റും. അതിന് പക്ഷേ 37,000 റുപ്യോളം വരും. പിന്നെ കസ്റ്റംസിൻ്റെ എന്തൊക്കെയാണെന്നൊരു ഐഡിയ ഇല്ല. അപ്പോൾ അതുകൊണ്ടാണ് ഓറ സ്റ്റുഡിയോ 3 ഞാൻ വാങ്ങിയിട്ട് അൺബോക്സ് ചെയ്യുന്നത്. ആമസോണിൽ സാധനം അവൈലബിൾ ആണ്. ഈ പ്രൊഡക്റ്റിൻ്റെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ ലിങ്കൊക്കെ താഴത്തെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഓക്കെ, അപ്പോൾ ഏറ്റവും അധികം ബോക്സിലുള്ള കാര്യങ്ങളൊക്കെ നോക്കി നോക്കാം. ഈ ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഡിസൈൻ അവാർഡ് 2020 വിൻ ചെയ്തിട്ടുണ്ട്. റെഡ് ഡോട്ട് വിന്നർ ആണ് 2020-ലെ. ഇത് സ്റ്റുഡിയോ 3 ആണ്. സ്റ്റുഡിയോ 4 അവൈലബിൾ ആണ്. ഇന്ത്യയിൽ അവൈലബിൾ അല്ല, US-ലൊക്കെ അവൈലബിൾ ആണ്. അതിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് ഞാൻ പിക്ചർ കണ്ടിരുന്നു. ഈ ഒരു സെയിം ഷേപ്പ് തന്നെയാണ്. ഇതിൻ്റെ ഉള്ളിലത്തെ ഈ ഒരു കാര്യങ്ങളാണ് വ്യത്യാസം. ആംബിയൻ ലൈറ്റിങ്ങിൻ്റെ കുറച്ചും പിന്നെ കുറച്ച് പവർ ഔട്ട്പുട്ട് കൂടുതലുണ്ട്. ഇതിലാകപ്പാടെ ബേസിക് ആയിട്ട് കൊടുത്തേക്കുന്ന 4 പോയിന്റ്സ് ഉള്ളൂ ഇവിടെ. അതിൽ പറഞ്ഞേക്കുന്നത് ഒന്ന് ഡിസ്റ്റിങ്റ്റീവ് എലഗൻറ്റ് ഡിസൈൻ, എക്സെപ്ഷണൽ 360 ഡിഗ്രി സൗണ്ട്, ആംബിയൻ ലൈറ്റ്, പിന്നെ ബ്ലൂടൂത്ത് 4.2 ആണ് അതിൽ പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമുക്ക് ഏതെങ്കിലും പ്രൊഡക്റ്റ് ഓപ്പൺ ചെയ്ത് ഇതിലെ കണ്ടൻസ് ഒക്കെ നോക്കിയേക്കാം. അപ്പോൾ ഇതിൻ്റെ ബുക്ക്ലെറ്റ് ഇതാണ്. സ്പീക്കർ ഇതതിൻ്റെ പവർ കോഡും. ഓക്കെ, നമുക്ക് ഏതായാലും ഇത് ഓപ്പൺ ചെയ്യാം. ഇത് ഗ്ലാസ് ആണ്. അതുകൂടാതെ ആംബിയൻ ലൈറ്റിംഗ് ഉള്ളിലുണ്ട്. അടിയിലാണ് സബ് വൂഫർ വരുന്നത്. ഹാർമൻ കാർഡത്തിൻ്റെ ബ്രാൻഡിങ്, ബാക്കിലാണ് പവർ കോഡ്. അതേപോലെ തന്നെ ഇതിൽ ഇന്നും കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതായത് നേരിട്ട് ഓഡിയോ ജാക്കും ഉണ്ട്. അതുകൂടാതെ ബ്ലൂടൂത്ത് 4.2 കണക്ടിവിറ്റിയും ഉണ്ട്.
അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചുള്ളൊരു ബുക്ക്ലെറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ എന്തൊക്കെയുണ്ട്, ഫ്രണ്ട് ബാക്ക്, ഇതാണ് ഫ്രണ്ട്, ബാക്കിലാണ് കോഡും അതേപോലെ തന്നെ ഹെഡ്ഫോൺ ജാക്ക് കുത്താനുള്ളതും ബ്ലൂടൂത്ത് കണക്ടിവിറ്റി അവൈലബിൾ ആണ്. അതിനൊരു കോഡൊന്നും ഇല്ല കേട്ടോ, എനിക്ക് തോന്നുന്നു ഈ ഒരു പവർ കോഡ് മാത്രമേ ഉള്ളൂ. ഈ ഇതിലുള്ളത് 2 15 വാട്ട്സിൻ്റെ സ്പീക്കറും അതേപോലെ തന്നെ 100 വാട്ട്സിൻ്റെയാണ്. 100 വാട്ട്സിൻ്റെ മിക്കവാറും സബ്ബായിരിക്കും. ഏതായാലും നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് പ്ലഗ് ഇൻ ചെയ്തിട്ട് ഇത് സ്വിച്ച് ഓൺ ചെയ്തിട്ട് യൂസ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന് അറിയാം. ഫ്രണ്ടിലുള്ളത് ഹാർമൻ കാർഡത്തിൻ്റെ ബ്രാൻഡിങ്ങും അതിന് നേരെ മോഡലായിട്ട് സൂര്യൻ്റെ സിമ്പിൾ കാണുന്നത് അതിൻ്റെ ഉള്ളിലത്തെ ആംബിയൻ ലൈറ്റിംഗ് ഓൺ ഓഫ് ആക്കാനുള്ളതാണ്. പിന്നെ പ്ലസും മൈനസ് സിമ്പിൾസ് വോളിയം അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട്. നല്ല ബിൽഡ് ക്വാളിറ്റിയാണുള്ളത്. അടിയിൽ സോഫ്റ്റ് ഫാബ്രിക്കാണ് യൂസ് ചെയ്തിരിക്കുന്നത് സ്പീക്കറിൻ്റെ ഭാഗത്തിന്, മുകളിൽ ഗ്ലാസും. ബാക്കിലുള്ളത് പവർ ബട്ടൺ, പിന്നെ അത് ഓഡിയോ ഇൻപുട്ട്, പവർ കോഡ്, പിന്നെ അത് ഒരു ബ്ലൂടൂത്തിൻ്റെ അത് ബ്ലൂടൂത്ത് മാറി മാറി കണക്ട് ചെയ്യാനുള്ളതാണ്. ഓക്കെ, നമുക്ക് ഏതായാലും ഓൺ ആക്കാം. ഇതാണ് ഇതിൻ്റെ പവർ കോഡ്. ഏകദേശം 3 to 4 ഫീറ്റ് വരും തോന്നുന്നു. ഓക്കെ, ഞാൻ ഏതായാലും കുത്തിയിട്ട് ഓൺ ആക്കട്ടെ. ഓക്കെ, ഞാൻ പവർ കോഡ് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഓൺ ആക്കട്ടെ. വാവ്, ഇതൊരു ആംബിയൻ ലൈറ്റിംഗ് മാത്രമല്ല എന്ന് തോന്നുന്നു. എനിക്ക് ഈ സാധനം ഉള്ളിലത്തെ മൂവ്മെൻറ്റ് ചെയ്യുന്ന പോലെ തോന്നുന്നുണ്ട്. അത് ചിലപ്പോൾ ഷേപ്പിൻ്റെ ആയിരിക്കും. ഞാൻ ഏതായാലും അത് ഒരു ക്ലോസപ്പിൽ വേറെ വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് ഈ ഒരു സമയത്ത് ഞങ്ങൾക്ക് കാണിച്ചു തരാം, ഇത് ഓൺ ആവുന്ന സമയത്ത്. ഓക്കെ, അപ്പോൾ ഇനി ഏതായാലും നമുക്കിത് ലാപ്ടോപ്പായിട്ടൊന്ന് കണക്ട് ചെയ്ത് നോക്കാം. എന്നിട്ട് ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റി എങ്ങനെയുണ്ടെന്ന് നോക്കി നോക്കാം. ഓക്കെ, ബ്ലൂടൂത്ത് ലാപ്ടോപ്പിൽ ഓൺ ചെയ്തപ്പോൾ തന്നെ ഇവിടെ കാണിക്കുന്നുണ്ട് HK Aura Studio 3 ഹാമൻ കാർഡൻ Aura Studio. അപ്പോൾ ഞാൻ കണക്ട് കൊടുക്കുകയാണ്. കണക്റ്റ് ആയിട്ടുണ്ട്. കണക്റ്റ് ആയിട്ടപ്പോൾ ലൈറ്റ് മാറിയിട്ടുണ്ട്, വൈറ്റ് ലൈറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ലൈറ്റിൻ്റെ ഡീറ്റെയിൽസ് കുറച്ചുകൂടിയും കാണണമെങ്കിൽ എനിക്ക് തോന്നുന്നു ഇത് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അത്യാവശ്യം ചെറിയ ലൈറ്റ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലോസപ്പിൽ കുറച്ചുകൂടി കാണിച്ചു തരാം. ഓക്കെ, നമുക്ക് ഏതായാലും ഒരു നോൺ കോപ്പിറൈറ്റ് സോങ് എടുത്ത് പ്ലേ ചെയ്ത് നോക്കാം. ഫുൾ വോളിയം ആണ്. ഇനി നമുക്ക് വേറെ നോക്കി നോക്കാം. കുറച്ചും കൂടി സൗണ്ട് വേറെ വരണുണ്ട് നോക്കട്ടെ. ഇപ്പോൾ വോളിയം ഇട്ടേക്കണത് ഒരു 60% എൻ്റെ ലാപ്ടോപ്പ് സൗണ്ടിൽ. അത് ഇതിലും 60% ആയിരിക്കണം. അപ്പോൾ ഫുള്ളിലേക്ക് പോവാണ്. ഒരു രക്ഷയില്ല ബാസിൻ്റെ ക്വാളിറ്റി. നമുക്ക് ഇവിടെ ഈ ഒരു ടേബിളിൽ ഫീൽ ചെയ്യാൻ പറ്റും. സബ് അടിയിലേക്ക് പവർ ചെയ്യണതാണ്. അതുകൂടാതെ തന്നെ വോയിസ് ക്വാളിറ്റി നിങ്ങൾക്ക് ഈ മൈക്കിലൂടെ എത്രത്തോളം ക്ലിയർ ആയിട്ട് കേൾക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷേ അത് ഇവിടെ നിന്ന് ഫീൽ ചെയ്യുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ക്വാളിറ്റി എത്രത്തോളം ഉണ്ടെന്ന് അറിയാം. വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്, ഒന്നുമില്ല ഹൈഫൈ ആയിട്ട്. ഈ ഒരു സ്വിച്ചസും അതൊന്നും കാണിക്കാനായിട്ട് ജസ്റ്റ് 4 സ്വിച്ചസ് 4 സൈഡിലുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു ഡിസൈൻ, ഈ ഒരു ലൈറ്റിൻ്റെ മൂവ്മെൻ്റൊക്കെ എനിക്ക് സ്റ്റാർട്ടിങ്ങിൽ ഈ ഒരു ഉള്ളിലത്തെ സാധനം നീങ്ങണ പോലെ തോന്നിയത് നിൽക്കുന്നത്. അത് ഞാൻ നിങ്ങൾക്ക് ക്ലോസപ്പിൽ കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ചെറിയൊരു വീഡിയോ ആയിരിക്കും. കുറേ നാളിന് ശേഷമാണ് നമ്മൾ വീണ്ടും ഒരു അൺബോക്സിങ്ങിലേക്ക് വരുന്നത്. അപ്പോൾ ബാക്കിൽ TV ഇപ്പോൾ ഓഫാക്കി വെച്ചത് ഈ ഒരു സാധനത്തിൻ്റെ അൺബോക്സിങ് എൻ്റെ സമയത്താണ് ഞാൻ ചിന്തിച്ചത് ഇത് മര്യാദയ്ക്ക് കാണണമെങ്കിൽ ഈ ഒരു ബാക്കിലെ TV കുറച്ച് പ്രശ്നമായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് അത് ഓഫാക്കിയിട്ട് കണ്ടിന്യൂ ചെയ്തത്. അപ്പോൾ ഇത്രയുള്ള ഈ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള കാര്യങ്ങൾ. വളരെ ബേസിക് ആയിട്ടുള്ള 4 സ്വിച്ചസ് ഉണ്ട്, പവർ കോഡ് ഉണ്ട്, ബ്ലൂടൂത്ത് വഴി നേരിട്ട് കണക്ട് ചെയ്യുക, പാട്ട് കേൾക്കുക, അത്രയേ ഉള്ളൂ. പവർ കോഡ് അത്യാവശ്യം 3 അടി മുതൽ 4 അടി വരെ നീളമുണ്ട്. കാണാനും അടിപൊളിയാണ്. ഇത് ലൈറ്റ് ഓഫ് ആക്കിയിട്ടുള്ള കുറച്ച് വിഷ്വൽസ് ഞാൻ ഇപ്പോൾ ഈ ഒരു പറയുന്ന സമയത്ത് ഞാൻ ആഡ് ആക്കിയിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് അറിയാം ഈ ഒരു ആംബിയൻ ലൈറ്റിന് എത്രത്തോളം
രസമുണ്ടെന്നുള്ളതൊക്കെ. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. കൂടാതെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ നോട്ടിഫിക്കേഷൻ ഓൾ എന്ന് നിർബന്ധമായിട്ട് അമർത്തിരിക്കുക. പുതിയ പുതിയ വീഡിയോസ് ഇനി കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ ചെയ്യുന്നതാണ്. എസ്പെഷ്യലി ക്രെഡിറ്റ് കാർഡിൻ്റെ കുറേ വീഡിയോസ് ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. കുറേ ക്രെഡിറ്റ് കാർഡുകൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള പരിചയപ്പെടുത്താനുള്ളത്. പിന്നെ കൂടാതെ ആപ്പുകളുണ്ട്. അതുകൂടാതെ നമ്മുടെ ട്രാവൽ സെക്ഷനിലേക്ക് ഫുഡ് വീഡിയോസ് കുറച്ചെണ്ണം ആഡ് ചെയ്യാനുള്ള പ്ലാൻ ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, മാക്സിമം ആളിലേക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോയിൽ വീണ്ടും കാണാം.